ഹലോ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ചേന കിളച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ അത് കട്ട് ചെയ്തിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് നടാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ കുഞ്ഞതൊക്കെ അങ്ങനെ തന്നെ നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു വീട്ടിൽ. അപ്പം പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പപ്പ അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നാണ് കേട്ടോ, എന്താ സംഭവം എന്ന്. അത് കൊച്ചിന് പറഞ്ഞു കൊടുത്തപ്പം എന്നോടൊന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സാധാരണ പണ്ട് വേറെ സംഭവമൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ എലിയും മറ്റ് ജീവികളൊക്കെ കയറി നമ്മൾ ഇടുന്ന വിത്ത് മാന്തി എടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഓരോ ഐഡിയാസൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്യുന്നത്. ഇപ്പോഴാണ് കുറച്ച് നമുക്ക് അങ്ങനത്തെ ആ നെറ്റ് ഇരുന്നപ്പോൾ അത് കട്ട് ചെയ്ത് അങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴും കൃഷിയൊന്നും കാണാറില്ല. അങ്ങനെ ഇപ്പം കണ്ടപ്പം അതേക്കുറിച്ച് പപ്പായ്ക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വീണ്ടും വീണ്ടും നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തത്തയുണ്ടെന്ന് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ തത്തയ്ക്ക് മുളക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം സംസാരിക്കും എന്ന് കേട്ടതുകൊണ്ട് കൊച്ചു അവിടുന്ന് കാന്താരി മുളക് പറിക്കുകയാണ് കേട്ടോ. കാന്താരിയോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഒരാൾ പറഞ്ഞാണ്, ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയത്തില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ പറയണം കേട്ടോ. പക്ഷേ ഇവിടുത്തെ ധാരാളം പച്ചമുളകും കാന്താരിയൊക്കെ ഇരുന്ന് തിന്നാറുണ്ട് കേട്ടോ. അതിന് ഇരിക്കുന്നൊന്നുമില്ല, തത്തയ്ക്ക് ഇരിക്കില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പപ്പയുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അടുത്തത് കൊച്ചിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. കൊച്ചു വീണ്ടും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ, ചേന നടുന്ന വീഡിയോ ആണ്. പപ്പ ഇന്ന് ചേന ഏതായാലും നടുന്നുണ്ട്, എന്നാൽ പിന്നെ അതേക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാസ് തന്നേക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ മേളിൽ ഇതുപോലെ കൃഷി ചെയ്യുമായിരുന്നു കേട്ടോ. അന്നൊന്നും ഈ വീഡിയോയും വ്ലോഗും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ വലിയ അറിവും പരിജ്ഞാനമൊന്നും കൃഷിയിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനീ പറയുന്നത്. അപ്പം ചേന നമ്മൾ ഒരു തവണ വിളവെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കിയിട്ട് കമഴ്ത്തി വെക്കണം കേട്ടോ. സാധാരണയായിട്ട് ഈ മകരം കുംഭമാസത്തിലാണ് നമ്മൾ ചേന നടുന്നത്. കുംഭത്തിൽ നട്ടാൽ നല്ല വിളവുണ്ടാവുമെന്നാണ് കേട്ടോ പറയുന്നത്. ഈ കമഴ്ത്തി വെച്ചാൽ നല്ല മുള വരും കേട്ടോ. അപ്പോൾ ഈ വെള്ളം വറ്റി അതിൽ നന്നായിട്ട് നല്ല കരുത്തുള്ള മുളകൾ വരും. മുളയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ചേനയ്ക്ക് വരുന്ന ആ മുള, ഒരു സംഭവം ഇങ്ങനെ നീണ്ട് മേളിലോട്ട് വളർന്നു വരില്ലേ, അതാണ് മുളയെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് ചെറിയ ചേനയാണെങ്കിൽ നമ്മൾ കഷ്ണമൊന്നും ആക്കണ്ട, അങ്ങനെ തന്നെ നടാം. വലിയ ചേനയാണെങ്കിൽ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നടാൻ കേട്ടോ. പിന്നെ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേന നടുമ്പോൾ എപ്പോഴും നമ്മൾ മെയിനായിട്ട് കരുതി വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ചാണകം. പണ്ട് ചാണകത്തിൻ്റെ പാലിൽ ഇങ്ങനെ മുക്കിയിട്ട് തണലത്ത് വെച്ച് ഉണക്കി പപ്പ ചേന നടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ ചാണകപ്പാലിലൊന്നും മുക്കുന്നില്ല. ചാണകപ്പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം ഇങ്ങനെ വെള്ളം പോലെ കലക്കിയിട്ട് അതിൽ മുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ചാരത്തിൽ മുക്കിയിട്ടും ചെയ്യാം കേട്ടോ. ചേനയിൽ ഇങ്ങനെ ചാരം എന്ന് വെച്ചാൽ നമ്മളുടെ ചാരം തീ കത്തിച്ച് കിട്ടുന്ന ആ സംഭവത്തിൽ മുക്കിയിട്ടും നമുക്ക് ചേന നടാം കേട്ടോ. പിന്നെ എന്താണ് പറയാൻ വന്നത്, എനിക്കിതേക്കുറിച്ച് അറിയാവുന്നത്, പിന്നെ നമ്മൾ ഈ ചാക്കിൽ നടുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാക്കിലാകുമ്പോൾ ഈ മറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറമ്പിൽ നടുമ്പോൾ ഒരുപാട് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് നടാം. പണ്ട് നമ്മൾ പറമ്പിൽ തന്നെയായിരുന്നു കേട്ടോ നടുന്നത്. പിന്നെ ഈ ചാക്കിൽ നടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത് നിൽക്കുന്ന മറ്റു മരങ്ങളും ചെടികളും ഒന്നും ഇതിൻ്റെ വളം വലിച്ചെടുക്കത്തില്ല. അപ്പോൾ ഈ ചാക്കിൽ തന്നെ നിന്ന് അതിനകത്തിലെ വളവും കാര്യങ്ങളും ഒക്കെ അതിനുള്ളിൽ തന്നെ നിന്ന് നല്ല മുഴുത്ത ചേന കിട്ടും കേട്ടോ. അങ്ങനെ വേണം പറയാൻ. നമ്മൾക്ക് അത്യാവശ്യം നല്ല ചേന കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ നടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഴിക്കാനൊന്നും ആളില്ലല്ലോ. പണ്ടത്തെ പോലെ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് ആളുകളൊന്നും ഇപ്പം നെയ്ബേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒന്നും നാട്ടിലും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നടാറുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ട്രൈക്കോഡെർമ ഒരു ലായനിയുണ്ട് കേട്ടോ. അതിൽ മുക്കി തണലത്ത് ഉണക്കിയും നമുക്ക് ചേന നടാം കേട്ടോ. ചാക്കിൽ വാഴയിലയോ കരിയിലയോ നല്ലതുപോലെ നിറച്ചിട്ട് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്ത് സ്വല്പം മണ്ണൂടി മിക്സ് ചെയ്താണ് നമ്മൾ ചേന നടുന്നത് കേട്ടോ. ചേന കിളിർത്ത് വരുമ്പോഴേക്കും നല്ല കട്ടിയുള്ള എന്ന് വെച്ചാൽ നല്ല ബലമുള്ളൊരു കമ്പ് കുത്തി താങ്ങ് കൊടുക്കണം കേട്ടോ. ചേന ഉരുണ്ട് വീഴാതിരിക്കാനാണ്. പിന്നീട് നമ്മളൊരു 3 മാസം കഴിഞ്ഞ് വീണ്ടും വളം ചെയ്യണം കേട്ടോ.
ഇതുപോലെ തന്നെ നമ്മൾ വളം ചെയ്യണം. 6 മാസം ആകുമ്പോഴേക്കുമൊക്കെ നമുക്ക് ചേന വിളവെടുക്കാം. ഇതിപ്പോൾ കൊച്ച് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പപ്പ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെ കൊച്ചിനും ചെയ്യണം കേട്ടോ. അപ്പോൾ കൊച്ചിന് ഒരു വിഷമമുണ്ടെന്ന് വിചാരിച്ച് അവളെ കൊണ്ടും ചെറിയ ചേനകൾ നടിയിക്കുകയാണ് കേട്ടോ. പക്ഷേ ആളിന് കയ്യെ മണ്ണും ചെറിയ ചാണകപ്പൊടിയൊക്കെ ആണല്ലോ ഇത്. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ആയതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് അവിടെ നിന്ന് നടുകയാണ് കേട്ടോ. മണ്ണില്ലാതെ കരിയില മാത്രം ഇട്ടിട്ട് ഈ ചേന നടുന്നതും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നടുന്നത്. പിന്നെ ചാക്കിൽ ചേന നട്ടാലാണ് കുറച്ചുകൂടെ ഇരട്ടി വിളവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചേന വെച്ചിട്ട് ചാണകപ്പൊടിയും കരിയിലയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഇത് പുതച്ച് വെക്കണം നമ്മളുടെ ചേന കേട്ടോ. അപ്പോൾ പിന്നെന്താ ഞാൻ പറയാൻ വന്നത്, ഒരു 10 ദിവസത്തേക്കൊക്കെ ഒരു മഴയും ഒന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ മമ്മിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ല കാഞ്ഞ് നിന്ന് വേണം ചേന വളരാനെന്ന്. പക്ഷേ പപ്പ പറയും കുറച്ച് 10 ദിവസമൊക്കെ ഒട്ടും മഴ കിട്ടിയില്ലെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. കാഞ്ഞു നിന്നും ചേന വളരാമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുത്തോട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പപ്പയാണ് ഇവിടെ സ്ഥിരം നടാറുള്ളത്. മമ്മിക്ക് പിന്നെ പണ്ട് വീട്ടിൽ കൃഷിക്കാർ ചെയ്ത് ഉള്ള അറിവേ ഉള്ളൂ. പപ്പയാണെങ്കിൽ പിന്നെ ഡെയിലി ഇങ്ങനെയൊക്കെ പണികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പപ്പയ്ക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയായിരിക്കും. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു പപ്പയുടെ വീട്ടിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വിളവ് കൂടുതൽ കിട്ടുന്നത് എപ്പോഴും മമ്മിയുടെ വീട്ടിലാണ് കേട്ടോ.